നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി പറവൂരിൽ പോരാട്ടം തീപാറുമെന്ന് ഉറപ്പാണ്. 2021 അപേക്ഷിച്ച് ഇക്കുറി പറവൂരിൽ UDF-ന് വേണ്ടി മത്സരിക്കുന്നത് മുഖ്യമന്ത്രി സാധ്യതാ പട്ടികയിലെ മുൻപനാണ്. CPM-നെ സംബന്ധിച്ച് നേരത്തെ കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളിലേതുപോലെ തന്നെയായിരുന്നു പറവൂർ. എന്നാൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് സാധാരണ കോൺഗ്രസ് MLA-യിൽ നിന്ന് പ്രതിപക്ഷ നേതാവിലേക്കും അവിടെ നിന്ന് കോൺഗ്രസിന്റെ കേരളത്തിലെ ശക്തനായ ലീഡറിലേക്കും VD സതീശൻ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇക്കുറി CPM-നെ സംബന്ധിച്ച് അവരുടെ ജീവൻ മരണ പോരാട്ടം നടക്കുന്ന ഇടമായി പറവൂർ മാറിയിരിക്കുകയാണ്. നിലവിൽ CPI-യുടെ സിറ്റിംഗ് സീറ്റാണ് പറവൂർ. അത് CPM ഏറ്റെടുക്കുവാൻ തത്വത്തിൽ ധാരണയായിട്ടുണ്ട്. കഴിഞ്ഞ 4 തവണയും കാര്യമായി ഒന്ന് പൊരുതി നോക്കാൻ പോലും സാധിക്കാതെയാണ് CPI അവിടെ വീണത്. അതുകൊണ്ട് CPM പറവൂർ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനി ആരായിരിക്കും പറവൂരിൽ സ്ഥാനാർത്ഥിയാവുക എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. ഇതിനിടയിൽ ചില മുന്നൊരുക്കങ്ങൾ പറവൂർ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഒരു ശക്തനായ ഒരു സ്വതന്ത്രൻ മത്സരിക്കാൻ സജ്ജമാണെങ്കിൽ CPM പുറത്തുനിന്ന് പിന്തുണയ്ക്കും. നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നറുക്കുവീണിരിക്കുന്നത് BDJS സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിക്കാണ്. നിലവിൽ NDA മുന്നണിയിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് BDJS നിൽക്കുന്നത്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP കാലുവാരി എന്ന കലിപ്പിൽ നിൽക്കുന്ന BDJS NDA മുന്നണി വിടുമെന്ന് ഉറപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ മറ്റ് ഘടകകക്ഷികളെ കണക്കിലെടുക്കാതെ മുന്നോട്ട് പോകുന്ന BJPക്ക് BDJS മുന്നണി വിട്ടാലും ഇല്ലെങ്കിലും ഒന്നുമില്ല എന്ന ലൈനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ NDA വിടുന്ന BDJS-ന്റെ ആദ്യത്തെ ചോയ്സ് LDF തന്നെയാണ്. പ്രത്യേകിച്ച് പിണറായി വിജയനെ കൺകണ്ട ദൈവമായി കാണുന്ന വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് BDJS LDF-ൽ എത്തണമെന്ന് തന്നെയാണ്. ഈ നീക്കുപോക്കാണ് പറവൂരിൽ തുഷാറിനെ അവതരിപ്പിക്കാമെന്ന ധാരണയിൽ എത്തി നിൽക്കുന്നത്. പറവൂർ SNDPക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ണാണ്. തുഷാർ വരുമ്പോൾ പുറത്തുനിന്ന് CPM പിന്തുണയ്ക്കുകയാണെങ്കിൽ സതീശനെ വെട്ടാൻ സാധിക്കുമെന്ന ചിന്ത പിണറായി വിജയനുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ മുൻനിർത്തി നടക്കുന്ന ചർച്ചകൾ നിലവിൽ പോസിറ്റീവായിട്ട് തന്നെയാണ് പോകുന്നത്. തുഷാറിന്റെ പാർട്ടിയെ സംബന്ധിച്ച് രൂപീകൃതമായിട്ട് 11 വർഷം കഴിഞ്ഞു. നാളിതുവരെയായിട്ട് ഒരു ചലനം സൃഷ്ടിക്കാൻ BDJS-ന് സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ LDF-ലേക്കുള്ള എൻട്രി അവരെ സംബന്ധിച്ച് ലോട്ടറിയാണ്. പറവൂരിൽ സതീശനെ വീഴ്ത്താനുള്ള കഴിവൊന്നും തുഷാറിനില്ല എന്നതാണ് സത്യം. എങ്കിലും മികച്ച പോരാട്ടം കാഴ്ചവെക്കാൻ സാധിച്ചാൽ പോലും അത് LDF-ൽ വലിയ സ്വീകാര്യത ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. വെള്ളാപ്പള്ളി നടേശന്റെ സമീപകാല വാർത്താ സമ്മേളനങ്ങളിൽ നടക്കുന്നത് സതീശൻ വേട്ടയാണ്. ഈഴവരുടെ പൊതുശത്രുവായ വെള്ളാപ്പള്ളി സതീശനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് വോട്ടായി മാറുമെന്ന് ഉറപ്പ് വെള്ളാപ്പള്ളി പിണറായി വിജയന് നൽകി കഴിഞ്ഞു. ഇതോടെയാണ് തുഷാർ സതീശൻ പോരാട്ടത്തിന് പറവൂരിൽ കളമൊരുങ്ങുന്നത്. ആയകാലത്ത് ഇടതുപക്ഷത്തിന്റെ ഉരുക്കു കോട്ടയായിരുന്നു പറവൂർ. എന്നാൽ AK ആന്റണിയുടെ ആശീർവാദത്തോടെ സതീശൻ പറവൂരിൽ അവതരിച്ചതോടെ ഇടതുപക്ഷം ചാമ്പലായി. പിന്നീട് പലകുറി CPIക്ക് അവിടെ നിന്ന് കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ പൊരുതാൻ ഉറച്ചു തന്നെയാണ് LDF വരുന്നത്. സതീശനെ തോൽപ്പിക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്ന് CPIയും അറിയിച്ചതോടെയാണ് പൊതുസമ്മതനായി തുഷാറിന്റെ പേര് ഉയർന്നു വരുന്നത്. കഴിഞ്ഞ 3 തവണയും ഇടതുമുന്നണിയുടെ ഒരേ സ്ഥാനാർത്ഥി തന്നെയാണ് പരാജയം ഏറ്റുവാങ്ങിയത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കളം മാറ്റി ചവിട്ടാൻ CPM തീരുമാനിക്കുന്നത്. ഇത്തവണ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ കലാപ സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തിയാണ് തുഷാറിന് നറുക്കുവീണിരിക്കുന്നത്.